നമസ്കാരം, ആത്മഭാരതത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ CPM-ന് ശേഷം ആര്? കേരള രാഷ്ട്രീയത്തിൽ ഒരു ഫണ്ണി റിയാലിറ്റി ഉണ്ട്. ഒരു മലയാളി കുഞ്ഞ് ജനിച്ചാൽ അവൻ ആദ്യം കേൾക്കുന്ന 3 വാക്കുകൾ എന്തായിരിക്കുമെന്ന് പറയാമോ? ഫസ്റ്റ് അച്ഛൻ, സെക്കൻഡ് അമ്മ, തേർഡ് CPM. കാരണം പതിറ്റാണ്ടുകളായി CPM കേരള രാഷ്ട്രീയത്തിൻ്റെ സ്ഥിരം സാന്നിധ്യമാണ്. ചിലർ സ്നേഹിക്കുന്നു, ചിലർ വിമർശിക്കുന്നു. പക്ഷേ ഒരു കാര്യം എല്ലാവരും സമ്മതിക്കും, CPM ഇല്ലാതെ കേരള രാഷ്ട്രീയം ചിന്തിക്കാൻ പോലും പലർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു വലിയ ചോദ്യം, കേരളത്തിൽ CPM-ന് ശേഷം ആര്? ഇത് തിരഞ്ഞെടുപ്പ് പ്രവചനമല്ല, ഇതൊരു കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ളൊരു ചോദ്യമാണ്. ഒരു കാലത്ത് കേരള രാഷ്ട്രീയം വളരെ സിമ്പിളായിരുന്നു. LDF, UDF, LDF, UDF, പിന്നെ വീണ്ടും LDF. മലയാളി വോട്ടേഴ്സ് രാഷ്ട്രീയത്തെ ഒരു സ്വിംഗ് പോലെ ഉപയോഗിച്ചിരുന്നു. ഇനി ഇവരെ കുറച്ച് വർഷം നോക്കാം, ഇപ്പോൾ അവരെ കുറച്ച് വർഷം നോക്കാം. അങ്ങനെയായിരുന്നു ആ സിസ്റ്റം. പക്ഷേ ഇന്ന് കേരളം മാറുകയാണ്. ജനസംഖ്യ മാറുന്നു, യുവാക്കൾ പുറത്തേക്ക് പോകുന്നു, സോഷ്യൽ മീഡിയ രാഷ്ട്രീയം വളരുന്നു, ഓൾഡ് പൊളിറ്റിക്കൽ ലോയൽറ്റീസ് വളരെ കുറയുന്നു. ഇനി CPM-നെ കുറിച്ച് പറയാം. CPM-ന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണ്? ഓർഗനൈസേഷനാണ്. കേരളത്തിൽ ബൂത്ത് ലെവൽ സ്ട്രക്ചർ വരെയുള്ള പാർട്ടികൾ വളരെ കുറവാണ്. ഒരു വില്ലേജിൽ പോലും CPM ബ്രാഞ്ച് കാണാം. അതൊരു വലിയ സ്ട്രെങ്താണ്. പക്ഷേ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ, CPM-ന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്? കോൺഗ്രസ് ആണോ? BJP ആണോ? അല്ല, ടൈമാണ്, സമയമാണ്. കാരണം ലോകം മാറുന്നു, എക്കോണമി മാറുന്നു, ജോബ്സ് മാറുന്നു, ടെക്നോളജി മാറുന്നു. പക്ഷേ പാർട്ടികൾ മാറാൻ തയ്യാറാണോ? ഈ മാറ്റത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ? ഇതാണ് ചലഞ്ച്. ഇനി കോൺഗ്രസ്, കേരള രാഷ്ട്രീയത്തിലെ പെർമനന്റ് കംബാക്ക് പാർട്ടി. കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ മലയാളത്തിന് ഒരു പ്രത്യേക ടാലൻ്റ് ഉണ്ട്. കോൺഗ്രസ് തോറ്റാൽ പറയും കോൺഗ്രസിൻ്റെ കാലം കഴിഞ്ഞു, കോൺഗ്രസ് ജയിച്ചാൽ പറയും കോൺഗ്രസ് ശക്തമായി തിരിച്ചു വന്നു. ഇങ്ങനെ 40 വർഷമായി നടക്കുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രശ്നം ഓർഗനൈസേഷനാണ്. അവർക്ക് സ്ട്രോങ് ലീഡേഴ്സ് ഉണ്ട്, സപ്പോർട്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഗ്രൗണ്ട് ലെവൽ മെഷീൻ CPM-നെ പോലെയല്ല. ഇതാണ് ഡിഫറൻസ്. ഇനി BJP, കേരള രാഷ്ട്രീയത്തിലെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി BJP ആണ്. ഒരു കാലത്ത് കേരളത്തിൽ BJP-യെക്കുറിച്ചുള്ള ചർച്ച പോലും കുറവായിരുന്നു. പക്ഷേ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. വോട്ട് ഷെയർ വർദ്ധിക്കുന്നു, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് വർദ്ധിക്കുന്നു, ചില റീജിയൻസിൽ അവരുടെ പ്രസൻസ് അതിശക്തമായി വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു റിയാലിറ്റി എന്തെന്നാൽ കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല. ഇവിടെ പൊളിറ്റിക്സ് കാസ്റ്റ് മാത്രമല്ല, റിലീജിയൻ മാത്രമല്ല, ഹിസ്റ്ററി കൂടിയാണ്. അതുകൊണ്ടാണ് BJP-യുടെ ഗ്രോത്ത് സിമ്പിൾ സ്റ്റോറി അല്ലാതാവുന്നത്, ലോങ് ടേം സ്റ്റോറിയാണത്. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് സെക്ഷൻ, കേരളത്തിലെ യുവാക്കൾ അവർ CPM ആണോ, കോൺഗ്രസ് ആണോ, BJP ആണോ? അല്ല, പലപ്പോഴും അവർ ജർമ്മനിയിലാണ്, കാനഡയിലാണ്, UK-യിലാണ്, ഓസ്ട്രേലിയയിലാണ്. ഇതാണ് കേരള രാഷ്ട്രീയത്തിലെ ബിഗ്ഗസ്റ്റ് ചലഞ്ച്. കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് യൂത്താണ്. പക്ഷേ യൂത്ത് സ്ലോലി പുറത്തേക്ക് പോവുകയാണ്. പൊളിറ്റിക്സ് പോലും മാറും യൂത്ത് ഇല്ലെങ്കിൽ. ഇനി മറ്റൊരു ഫണ്ണി റിയാലിറ്റി, കേരളത്തിൽ എല്ലാവർക്കും രാഷ്ട്രീയം അറിയാം. ടീ ഷോപ്പിലിരിക്കുന്ന ചേട്ടനറിയാം, ഓട്ടോ ഡ്രൈവർക്ക് അറിയാം, റിട്ടയർഡ് അങ്കിളിനറിയാം, YouTube കമൻറ്റ് സെക്ഷനുള്ളവർക്ക് ഏറ്റവും കൂടുതൽ അറിയാം. പക്ഷേ ഒരു ചോദ്യം, കേരളത്തിലെ ഫ്യൂച്ചർ പൊളിറ്റിക്സ് ഐഡിയോളജി ബേസ്ഡ് ആയിരിക്കുമോ, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബേസ്ഡ് ആയിരിക്കുമോ? കാരണം ഇന്ന് പല യുവാക്കൾക്കും പ്രധാനം ജോലി, സാലറി, ബിസിനസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, മൈഗ്രേഷൻ ഇവയാണ്. അവർക്ക് 1970 രാഷ്ട്രീയ പോരാട്ടങ്ങളെക്കാളും പ്രധാനം 2035 ഓപ്പർച്യൂണിറ്റീസാണ്. അപ്പോൾ ഫ്യൂച്ചർ പൊളിറ്റിക്സ് മാറുമോ? ഇനി അവസാനത്തെ ചോദ്യം, കേരളത്തിൽ CPM-ന് ശേഷം ആര്? സത്യം പറഞ്ഞാൽ ഇതിന് വ്യക്തമായൊരു ഉത്തരം ആരുടെയും കയ്യിലില്ല. ഒരുപക്ഷെ കോൺഗ്രസ് ആകാം, അല്ലെങ്കിൽ BJP ആകാം, അല്ലെങ്കിൽ ഇനി നമുക്ക് പോലും കാണാൻ കഴിയാത്ത ഒരു പുതിയ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഉണ്ടാകാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കേരള രാഷ്ട്രീയം അടുത്ത 10-20 വർഷത്തിനുള്ളിൽ വലിയ മാറ്റങ്ങൾ കാണാൻ പോകുന്നു. മൈഗ്രേഷൻ, ടെക്നോളജി, സോഷ്യൽ മീഡിയ, എക്കോണമി, ഡെമോഗ്രാഫിക്സ് ഇവയെല്ലാം തന്നെ രാഷ്ട്രീയം മാറ്റും. അപ്പോൾ കേരളത്തിൽ അടുത്ത ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തി ആരായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യൂ. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.